തിരുവനന്തപുരം RCCയിൽ വഴിവിട്ട നിയമനങ്ങൾ തുടർക്കഥ. മാനദണ്ഡങ്ങൾ മറികടന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ നീക്കമെന്ന് പരാതി. 20-ലധികം വർഷം സർവീസുള്ളവരെ പരിഗണിക്കാതെയാണ് CPM അനുഭാവികളായ കരാറുകാരെ ഉയർന്ന തസ്തികയിൽ നിയമിക്കുന്നത്. രശ്മി കാർത്തിക ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, ഇതിപ്പോൾ ഈ RCCയിലെ കാര്യം ഏറ്റവും ഒടുവിലായി ചേർത്ത് വയ്ക്കാമെന്നുള്ളതാണ്. കാരണം വഴിവിട്ട നിയമനങ്ങൾ CPMകാരായാൽ അതാണ് ആദ്യ പരിഗണന എന്ന രീതിയിലേക്കാണ് പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കും നിയമിക്കുന്നത്. ഇതിപ്പോൾ ഈ RCCയിൽ എത്രത്തോളം ഇങ്ങനെ നിയമനങ്ങൾ വീണ്ടും നടന്നിട്ടുണ്ട്? വീണ, ഈ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും മറ്റിടങ്ങളിലും ഈ CPM അനുഭാവികളെ ഈ പിൻവാതിൽ വഴി നിയമിക്കുന്നത് വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ സംഭവമല്ല. പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ അത് ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴെയുള്ള തസ്തിക മുതൽ മുകളിലുള്ള തസ്തിക വരെ ഇത്തരത്തിൽ കൃത്യമായി ഇന്റർവ്യൂയോ അഭിമുഖമോ ഒന്നും തന്നെ നടത്താതെയാണ് ഇത്തരത്തിൽ CPMന്റെ അനുഭാവികളെ ഈ വഴിവിട്ട രീതിയിൽ ഈ RCCയിൽ നിയമിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ നിയമിക്കുകയും ചെയ്തത്. ഇപ്പോൾ RCCയിലെ സംഭവം എന്ന് പറയുന്നത് RCCയിലെ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ്, ഓഫീസർ തസ്തികയിലേക്കാണ് ഇത്തരത്തിൽ താൽക്കാലിക നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലർക്ക്, MRT തസ്തികയിൽ ഉൾപ്പെടെ പ്രവൃത്തി പരിചയമുള്ള ആളുകളെയാണ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ അതോടൊപ്പം തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് വിഭാഗത്തിലേക്കൊക്കെ സാധാരണയായി നിയമിക്കാറുള്ളത്. ഇപ്പോൾ 20-23 വർഷത്തിലധികം സർവീസ് ഉള്ളവരാണ് ഇത്തരത്തിൽ അവിടെ ജോലി ചെയ്യുന്നത്. 23 വർഷത്തിലധികം സർവീസ് ഉള്ളവർക്ക് ഈ പറയുന്ന ഉയർന്ന തസ്തികകളിലേക്കൊക്കെ അവർ നിയമിക്കാവുന്നതാണ്. കാരണം അവർക്ക് പ്രവൃത്തി പരിചയമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് താൽക്കാലികമായി എടുത്ത പലരെയും, അതായത് മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള CPM അനുഭാവികളായിട്ടുള്ള കൃത്യമായി അതിന് യോഗ്യതകളൊന്നുമില്ലാത്തവരെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാൾ മുൻപും സമാനമായ രീതിയിൽ RCCയിൽ ഇത്തരത്തിൽ ടെക്നിക്കൽ വിഭാഗത്തിൽ, ഇലക്ട്രിക്കൽ വിഭാഗത്തിലും മറ്റും ആളുകളെ നിയമിച്ചിരുന്നു. അതും വളരെ സാങ്കേതികമായി പരിജ്ഞാനം ആവശ്യമുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ അഭിമുഖം ഒന്നും തന്നെ നടത്താതെ ഈ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നൊരു കാര്യമുണ്ടായത്. ഇത് RCCയിൽ യഥേഷ്ടം ഇതേ രീതിയിൽ ആളുകളെ നിയമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല 6 മാസത്തേക്കാണ് 1 വർഷത്തേക്കാണ് എന്ന് പറഞ്ഞവരെ നിയമിച്ചാലും പിന്നീട് അവരുടെ കാലാവധി തുടർച്ചയായി നീട്ടി നൽകുകയും അവർ വർഷങ്ങളോട് അവളെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ കുടുംബശ്രീ വഴിയും അല്ലാതെയും ഒക്കെ RCCയിലും മറ്റിടങ്ങളിലും നടത്തുന്ന നിയമനങ്ങളിൽ സമഗ്ര അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യമാണ് വളരെ ശക്തമായി ഉയരുന്നത്. അതും വിജിലൻസ് അന്വേഷണം നടത്തണം ഈ നിയമനങ്ങളിലൊക്കെ എന്നുള്ളൊരു ആവശ്യം വളരെ ശക്തമായി ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ഈ RCCയിലുള്ള ജീവനക്കാർ തന്നെയാണ്, അതായത് വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള ജീവനക്കാർ തന്നെയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പോലീസിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ പരാതികളിലൊന്നും തന്നെ കൃത്യമായൊരു അന്വേഷണമോ ഇടപെടലോ നടപടികളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പറയാനും ഇവർക്ക് വളരെ ഭയമാണ്. കാരണം അത്തരത്തിൽ RCCക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള ഒരു ഭീഷണി കൂടിയുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളായി സർവീസ് ചെയ്യുന്ന കൃത്യമായി പ്രവൃത്തി പരിചയവും സാങ്കേതിക പരിജ്ഞാനവും ഒക്കെ ഉള്ളവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പുറത്തു നിന്നും മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള CPM അനുഭാവികളെയൊക്കെ കുത്തി നിറയ്ക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. വീണ. ഓക്കെ, ശരി രശ്മി.